ഹായ് ഹലോ, ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. ആദ്യം തന്നെ പറയാം, ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലുള്ള ഒരു 25 മിനിറ്റ്സ്, ബിലോ 25 മിനിറ്റ്സ് ഉള്ള വീഡിയോ ആവാനുള്ള ചാൻസ് കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 30+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും പറഞ്ഞ് അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടെ തരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊന്ന് ലാഗ് ആവും. അപ്പൊ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ അവയർനെസ് സയൻസിൽ വരുന്ന, അതായത് നമ്മുടെ സയൻസ്, കറണ്ട് അഫയേഴ്സ്, ബാക്കിയുള്ള GK അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാത്സും റീസണിങ്ങും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കംപ്ലീറ്റ് നോട്ട്സ് നോക്കാൻ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പം ഇത് ഓൾറെഡി പഠിച്ചവർക്കാണെങ്കിൽ ഒരു റിവിഷൻ പോലെയും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ദ കളർ ഓഫ് സോളിഡ് അയഡിൻ. സോളിഡ് അയഡിന്റെ കളർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോളിഡ് അയഡിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കളർലെസ് ആണ് അല്ലെ? സോളിഡ് അയഡിൻ കളർലെസ് ആണെന്നാണ് പറയുന്നത്. Then, who was the last emperor of the Mauryan dynasty? മൗര്യൻ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ചക്രവർത്തി ആരായിരുന്നു? മൗര്യ രാജവംശം, അതിന്റെ മൗര്യ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ചക്രവർത്തി ആരായിരുന്നു? ബൃഹദ്രഥ. ബൃഹദ്രഥയാണ് അവസാനത്തെ രാജാവ്. അദ്ദേഹത്തെ കൊന്നത് അദ്ദേഹത്തിന്റെ തന്നെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന പുഷ്യമിത്ര ശുംഗയാണ്. പുഷ്യമിത്ര ശുംഗ. പുഷ്യമിത്ര ശുംഗയാണ് ആരെ കൊന്നത്? ബൃഹദത്തയെ കൊന്നത്. അദ്ദേഹമാണ് മൗര്യൻ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ചക്രവർത്തി. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആരാണ് കൊന്നത് എന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന പുഷ്യമിത്ര ശുംഗയാണ് ബൃഹദത്തയെ കൊന്നത്. അടുത്തത്, in 2015 a new species of the genus Homo was discovered in the Dinaledi chamber of the Rising Star cave system, cradle of humankind, South Africa. അപ്പോ അതെന്തായിരുന്നു? ഹോമോ നലേതി, ഒരു ന്യൂ സ്പീഷീസ്. ഹോമോ എന്ന്, ഹോമോയുടെ തന്നെ, ഹോമോ ജീനസ് ആണ് അല്ലെ? ജീനസ് ഹോമോയുടെ ഒരു പുതിയ സ്പീഷീസ് ഡിസ്കവർ ചെയ്തത് ഏതായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് ആ ഒരു ഡിസ്കവറി നടന്നത്. ഹോമോ നലേതി എന്ന് പറഞ്ഞ സെപ്റ്റംബർ 2015 സെപ്റ്റംബർ 2015 ആ ഒരു സ്പീഷീസ് കണ്ടുപിടിച്ചത് ഒരു 47 മെമ്പേഴ്സ് ഉള്ള ഒരു ഇന്റർനാഷണൽ ടീമാണ് അത് ലെഡ് ചെയ്തത്. ആ ഒരു ടീം ലെഡ് ചെയ്തത് ആരായിരുന്നു? സൗത്ത് ആഫ്രിക്കൻ പാലിയന്ത്രോപോളജിസ്റ്റ് ലീബർഗർ. സൗത്ത് ആഫ്രിക്കൻ പാലിയന്തോളജിസ്റ്റ് ആണ് ലീ ബർഗർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നേതൃത്വം കൊടുത്ത ഒരു 47 മെമ്പേഴ്സ് ഉള്ള ഇന്റർനാഷണൽ ടീം, സൗത്ത് ആഫ്രിക്കയിലെ ആൾക്കാർ മാത്രമല്ല ഉള്ളത്, ഇന്റർനാഷണൽ ടീം ആയിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് വിറ്റ്വാട്ടർസ്ട്രാൻഡ്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും പഠിക്കണ്ട, ആരാണ് എന്ന് പഠിക്കണം, എപ്പോഴായിരുന്നു എന്ന് പഠിക്കുക, അത്രയുമേ ചോദിക്കുള്ളൂ. അതിനേക്കാൾ കൂടുതലായിട്ടൊന്നും അത് ചോദിക്കാറില്ല. അപ്പൊ ഏതായിരുന്നു? ജീനസ് ഹോമോയുടെ പുതിയ സ്പീഷീസ് ഹോമോ നലേതി കണ്ടുപിടിച്ചത് സെപ്റ്റംബർ 2015 സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഇന്റർനാഷണൽ ടീമായിരുന്നു ആ ഒരു സ്പീഷീസിനെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. ഇതിനേക്കാൾ കൂടുതലായിട്ട് അങ്ങോട്ട് ചെകഞ്ഞിട്ടുള്ളതൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. ഇത് അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു, പക്ഷെ ഇന്ന് ഇതെന്തായിരിക്കും? GK ക്വസ്റ്റ്യൻ ആയിട്ട് വരും. നെക്സ്റ്റ്, in a web browser, which of the following is used to save frequently visited website? നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ, എവിടെ സേവ് ചെയ്ത് വെക്കാം? ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം അല്ലെ? നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഒരു സൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ബ്രൗസ് ചെയ്യുന്നതിലും
സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചാൽ ഒരു ഇങ്ങനെ ഒരു പേജിന്റെ ഷേപ്പിൽ ഉണ്ടാവില്ലേ റൈറ്റ് സൈഡിലായിട്ട്. അപ്പൊ അവിടെ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഡയറക്റ്റ് നമുക്ക് ഏത് പേജ് ആണോ വേണ്ടത് അതിലേക്ക് പോവാൻ പറ്റും. ഇനി ഇങ്ങനെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, കാണുന്നത് ഹിസ്റ്ററിയിലാണ്. നമ്മൾ എന്തൊക്കെ ബ്രൗസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുന്നത് ഹിസ്റ്ററിയിലാണ്. ഓക്കെ. ഇനി നോർമലി ഒരു പേജ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ബ്രൗസർ സേവ് ചെയ്യാൻ സേവ് ആസ് പറ്റില്ല. സേവ് ആസ് എവിടെയാ പറ്റുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ് ഫയൽ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ, എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിന് സേവ് ചെയ്യാനായിട്ടാണ് നമുക്ക് സേവ് ആസ് യൂസ് ചെയ്യാൻ പറ്റുക. Khajuraho Group of Monuments is a UNESCO World Heritage Site located in Madhya Pradesh. മധ്യപ്രദേശിലാണ്. അതൊരു ഹിന്ദു ടെമ്പിൾസ് ആണ്, ഗ്രൂപ്പ് ഓഫ് ഹിന്ദു ടെമ്പിൾസ് ആണ് ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് എന്ന് പറയുന്നത്. അത് എവിടെയാ ഉള്ളത്, മധ്യപ്രദേശിലാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്ത്, ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ്. അതൊരു ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആണ്, ഹിന്ദു ടെമ്പിൾസ് ആണ്. On which lake is the Golden Temple located? Golden Temple നമുക്കറിയാം അമൃതസറിലാണ് അല്ലെ, അമൃതസറിലാണ് ഗോൾഡൻ ടെമ്പിൾ ഉള്ളത്. അത് ഏത് ലേക്കിനടുത്താണ്, അമൃത് സരോവർ ലേക്കിനടുത്താണ് ഗോൾഡൻ ടെമ്പിൾ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. In 2016, who has partnered with ISRO to use space technology for predictive policing? Predictive policing എന്നൊരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു മെക്കാനിസം കൊണ്ടുവരാനായിട്ട് ISROയുടെ കൂടെ ISROയും ഡൽഹി പോലീസും കൂടെ സംയുക്തമായി ചേർന്നിട്ടാണ് പ്രിഡിക്റ്റീവ് പോലീസിംഗ് എന്നൊരു മെക്കാനിസം കൊണ്ടുവന്നത്. എന്നാണ് കൊണ്ടുവന്നത്, 2016 അത് കൊണ്ടുവന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following technological inventions came first? ആദ്യമായിട്ട് വന്ന ടെക്നോളജി ഏതാണ് ഇതില്? ടെലിഗ്രാഫ്, ടെലസ്കോപ്പ്, ടെലിഫോൺ, ടെലിടൈപ്പ്. ടെലസ്കോപ്പ് ആണ് ആദ്യമായിട്ട് വന്നത്. സാമുവൽ മോഴ്സ് ആണ് എന്ത്, ടെലഗ്രാഫ് 1837. ടെലഗ്രാഫ് വന്നത് 1837. ടെലസ്കോപ്പ് വന്നത് എന്നാ, ടെലസ്കോപ്പ് വന്നത് ടെലസ്കോപ്പ് വന്നത് 1609 ടെലസ്കോപ്പ് വന്നത്. ടെലിഫോൺ വന്നത് എന്നാ, 1876. ടെലിടൈപ്പ് വന്നത് 1970. 1970s ടെലിടൈപ്പ് വന്നത്. അപ്പൊ ആദ്യം വന്നത് ടെലസ്കോപ്പ് ആണ്. ഇനി ടെലഗ്രാഫ് കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. ടെലഗ്രാഫ് ആണെങ്കിൽ സാമുവൽ മോഴ്സ് ആണ് ടെലഗ്രാഫ് കണ്ടുപിടിച്ചത്. ദെൻ അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് ടെലിഫോൺ. അത് നമുക്കറിയാം അല്ലെ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. ടെലിടൈപ്പ് ആണെങ്കിലോ അത് APUPI റിയൂട്ടേഴ്സ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് എന്ത് ചെയ്തത്, ടെലിടൈപ്പ് കണ്ടുപിടിച്ചത്. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം വന്നത് ഏതായിരുന്നു, ടെലസ്കോപ്പ് ആണ് ആദ്യം വന്നത്. അടുത്തത്. വിച്ച് ആർട്ട് ഫോം വാസ് മൃണാളിനി സാരാഭായ് അസോസിയേറ്റഡ് വിത്ത്? മൃണാളിനി സാരാഭായ് ഭരതനാട്യം ആൻഡ് കഥകളി ഡാൻസർ ആണ്. അത് ഇവിടെ ഭരതനാട്യമാണ് കൊടുത്തിരിക്കുന്നത്. ഷീ ഈസ് ഓൾസോ എ കഥകളി ഡാൻസർ. ഓക്കെ. കഥകളി പെർഫോമിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഭരതനാട്യം പെർഫോമിസ്റ്റും ആണ്. Which of the following type of rays does not penetrate Earth's atmosphere? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ പെനെട്രേറ്റ് ചെയ്യാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. എക്സ്റേസ് ആണ് പെനെട്രേറ്റ് ചെയ്യാത്തത്. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ പെനെട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത റേസ് ഏതാണ്, എക്സ്റേ ആണ്. അൾട്രാവയലറ്റിന് പെനെട്രേറ്റ് ചെയ്യാൻ പറ്റും, റേഡിയോ വേവ്സ്, വിസിബിൾ ലൈറ്റ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, പെനെട്രേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്റേസിന് പെനെട്രേഷൻ കപ്പാസിറ്റി ഇല്ല. The first captain of the Indian cricket team for one day international was? One day international ക്രിക്കറ്റിന് പോയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അജിത് വദേക്കർ ആണ്.
അജിത് വടേക്കർ ആണ് ആദ്യത്തെ ക്യാപ്റ്റൻ. അത് 1974 1974 ആ ഒരു ടീം പോയത്. ഇനി T20 ടീമിന്റെ ആണെങ്കിൽ വീരേന്ദർ സേവാഗ് ആണ്. T20 ടീമിന്റേതാണെങ്കിൽ ആരായിരുന്നു ആദ്യത്തെ ക്യാപ്റ്റൻ? വീരേന്ദർ സേവാഗ് ആയിരുന്നു. 2006 ആദ്യത്തെ T20 മാച്ചിന് ഇന്ത്യൻ ടീം പോയത്. ഓക്കെ, അടുത്തത് the principle of regarding the beliefs, values and practices of the culture from the viewpoint of that culture itself is called. അതായത് ഒരു കൾച്ചറിൽ നിന്ന് തന്നെയുള്ള വിശ്വാസങ്ങൾ, അവരുടെ വാല്യൂസ്, അവരുടെ സിസ്റ്റം ഒക്കെ അങ്ങനത്തെ ആ ഒരു അവരുടെ വ്യൂ പോയിന്റ്, ആ കൾച്ചറിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് തന്നെയുള്ളതിന്, അതിന്റെ ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ കൾച്ചറൽ റിലേറ്റീവിസം എന്ന് പറയുന്നത്. ആ ഒരു ഇതിൽ നിന്നും, അതായത് പുറത്തു നിന്ന് ഒന്നും എടുക്കാതെ, ഇങ്ങോട്ടേക്ക് എടുക്കാതെ അവരുടെ തന്നെ വിശ്വാസങ്ങളും വാല്യൂസും പ്രാക്ടീസസും പ്രിൻസിപ്പിൾസും എല്ലാം യൂസ് ചെയ്ത് പോകുന്നതിന് നമ്മൾ എന്താ പറയുക? കൾച്ചറൽ റിലേറ്റീവിസം എന്നാണ് പറയുക. In January 2016, Indian Defence Minister hoisted the world's largest tricolor on the tallest flag post at. ഏറ്റവും വലിയ ഫ്ലാഗ് പോസ്റ്റില്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രൈക്കളർ എന്താ? നമ്മുടെ ഫ്ലാഗ് ആണ് അല്ലെ, ഇന്ത്യൻ ഫ്ലാഗ്. എവിടെയാണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ഉയർത്തിയത് എന്നാണ് ചോദിക്കുന്നത്. ജാനുവരി 2016 റാഞ്ചിയിലാണ് അത് ചെയ്തത്. റാഞ്ചിയിലെ പഹാരി മന്ദിർ അല്ലെങ്കിൽ ഫാൻസി ഡംഗ്രി, പഹാരി മന്ദിറിൽ വെച്ചായിരുന്നു ആ ഒരു പതാക ഉയർത്തിയത്. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ റാഞ്ചിയിലെ പഹാരി മന്ദിറിലായിരുന്നു അത് ഉയർത്തിയത്. Which of the following is not a greenhouse gas? Greenhouse gas അല്ലാത്തത് കോപ്പർ ഡയോക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ഒക്കെ എന്താണ്? ഗ്രീൻഹൗസ് ഗ്യാസ് ആണ്. കോപ്പർ ഡയോക്സൈഡ് ഗ്രീൻഹൗസ് ഗ്യാസ് അല്ല. On which festival did the Jallianwala Bagh massacre take place? അറിയാലേ, ജാലിയൻവാലാ ബാഗ് നമുക്കറിയാലേ, ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല എന്നറിയാം. അത് ഏതോ ഒരു ഫെസ്റ്റിവൽ, ബൈസാഖി ഫെസ്റ്റിവലിലായിരുന്നു ആ ഒരു പ്രശ്നം നടന്നത്. ഓക്കെ, അമൃതസർ, പഞ്ചാബിലെ അമൃതസറിൽ നടന്ന ബൈസാഖി ഫെസ്റ്റിവലിലാണ് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്നത്. 2016 വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗ് took place in. ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്, പക്ഷെ ഇന്ന് അത് നമുക്ക് GK ആയിട്ട് ആവശ്യം വരും. 2016 വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗ് നടന്നത് സ്വിറ്റ്സർലൻഡിലായിരുന്നു. അത് ബാക്കി ഈ വർഷങ്ങളിലൊക്കെ എന്താണെന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. 2016 നടന്നത് സ്വിറ്റ്സർലൻഡിലാണ്. Which of the following is not a computer virus? കമ്പ്യൂട്ടർ വൈറസ് അല്ലാത്തത് ഡോൺ ആണ്. ഡോൺ കമ്പ്യൂട്ടർ വൈറസ് അല്ല, ബാക്കി എല്ലാം എന്താണ്? കമ്പ്യൂട്ടർ വൈറസ് ആണ്. ഓക്കെ, ഇൻ ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് എ യൂണിയൻ ടെറിട്ടറിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ലഫ്റ്റനന്റ് ഗവർണർ ആണ് നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറീസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. നമ്മുടെ ഇവിടെ ഉള്ളത് മാഹി യൂണിയൻ ടെറിട്ടറി ആണ്, പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറി ആണ് അല്ലെ. ഇതിന്റെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആരാണ്? ലഫ്റ്റനന്റ് ഗവർണർ. മാഹി ആക്ച്വലി പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമാണ്, പക്ഷെ മാഹി ഇരിക്കുന്നത് കണ്ണൂരിലാണെന്ന് മാത്രം. The Jaikwadi project, which is one of the largest irrigation projects, is situated in the Siachen Glacier. സിയാച്ചിൻ ഗ്ലേസിയറിലാണ് ജയ്ക്വാദി പ്രോജക്റ്റ് ഇരിക്കുന്നത്. സിയാച്ചിൻ ഗ്ലേസിയറിലാണ്. അതെന്താണ്? ലാർജസ്റ്റ് ഗ്ലേസിയർ ഇൻ ഇന്ത്യ. സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഗ്ലേസിയർ ആണ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് ഗ്ലേസിയർ ആണ്. എവിടെയാ ഉള്ളത്? ജമ്മു കാശ്മീരിലാണ് ഉള്ളത് അല്ലെ. ജമ്മു കാശ്മീരിലാണ് സിയാച്ചിൻ ഗ്ലേസിയർ ഉള്ളത്. അതെന്താണ്? പോളാർ റീജിയൻസിലെയും ലാർജസ്റ്റ് ഗ്ലേസിയർ ആണ് സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് പറയുന്നത്. ഇനി which was the first women sports to be introduced in the Olympics? ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് സ്ത്രീകളുടെ സ്പോർട്സ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗോൾഫ് ആയിരുന്നു. 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. ഇപ്പൊ പാരീസ് ഒളിമ്പിക്സ് ആണ് അല്ലെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട്
ലോൺ ടെന്നീസും ഗോൾഫും കൊണ്ടുവന്നത്. ലോൺ ടെന്നീസും ഉണ്ട് കേട്ടോ, അത് ഓപ്ഷൻ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഗോൾഫ് എന്ന് കൊടുത്തത്. ലോൺ ടെന്നീസ് കണ്ടു കഴിഞ്ഞാൽ അതും എന്താണ്, ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ സ്ത്രീകളുടെ സ്പോർട്സ് ഇനമാണ്. ഓക്കെ, ഇനി ഫ്രം 1337 to 1453 who were the main combatants in the 100 years war? 100 വർഷം നീണ്ടു നിന്ന യുദ്ധം. അതില് 1337 മുതൽ 1453 വരെ ഏറ്റവും പ്രൊമിനന്റ് ആയി നിന്ന് യുദ്ധം ചെയ്ത രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നു കിങ്ഡം ഓഫ് ഇംഗ്ലണ്ടും കിങ്ഡം ഓഫ് ഫ്രാൻസും. ഓക്കെ, ഫ്രാൻസും ഇംഗ്ലണ്ടുമായിരുന്നു ആ സമയത്ത് മിഡിൽ ഏജിൽ വന്ന എതിരാളികൾ. ഗൂഗിൾ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ റെയിൽവേസ് ടെലികോം വയറിംഗ് റെയിൽടെൽ introduced the first public Wi-Fi service at the Mumbai Central Railway Station. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് റെയിൽവേയും ഗൂഗിളും കൂടെ ചേർന്നിട്ടുള്ള റെയിൽടെൽ എന്ന് പറയുന്ന ടെലികോം വെച്ചിട്ട് എന്ത് ചെയ്തു അവര്, വൈഫൈ സർവീസ്, ഫസ്റ്റ് പബ്ലിക് വൈഫൈ സർവീസ് കൊണ്ടുവന്നു. അത് മുംബൈ സെൻട്രലിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. In 2013, the first human liver was grown from stem cells. Stem cells നിന്നും ആദ്യത്തെ മനുഷ്യ കരള് അത് വളർത്തിയെടുത്തത് എവിടെയാണ്? ജപ്പാനിലാണ് ലബോറട്ടറിയില് സയന്റിസ്റ്റുമാര് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റെം സെൽസിൽ നിന്ന് ജീവനുള്ള നമ്മുടെ ഹ്യൂമൻ ലിവർ വളർത്തിക്കൊണ്ടുവന്നു. ജപ്പാനിലെ സയന്റിസ്റ്റ് ആണ് ചെയ്തത് ലബോറട്ടറിയിൽ വെച്ചിട്ട്. ഓക്കെ, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ബസിലിക്ക ഓഫ് ബോം ജീസസ് ലൊക്കേറ്റഡ്? ഗോവയിലാണ് ഉള്ളത്. അതൊരു ഹെറിറ്റേജ് സൈറ്റ് ആണ്. ബസിലിക്ക ഓഫ് ബോം ജീസസ് ഗോവയിലാണ് ഉള്ളത്. Which of the following is not a rich source of calcium? ചീസ്, കൊളാഡ് ഗ്രീൻസ്, ഫിഗ്സ് ഒക്കെ കാൽസ്യം റിച്ച് ആണ്. ക്യാരറ്റിൽ ഉള്ളത് വൈറ്റമിൻ എ ആണ്. ക്യാരറ്റ് വൈറ്റമിൻ എ റിച്ച് ആണ്. അതായത് നമ്മുടെ കണ്ണിനൊക്കെ വളരെ നല്ലതാണ് ക്യാരറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബീറ്റ കരോട്ടിൻ. ആക്ച്വലി പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ ബീറ്റ കരോട്ടിൻ ആണ് ക്യാരറ്റിൽ ഉള്ളത്. അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ബോഡിയിൽ. ബാക്കിയുള്ളതെല്ലാം എന്താണ്? കാൽസ്യം റിച്ച് ആണ്. Who was the first Indian to become a Nobel laureate? നോബൽ പ്രൈസ് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഇന്ത്യക്കാരൻ ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോറിന് ആദ്യത്തെ ഏഷ്യനും കൂടിയാണ് അദ്ദേഹം. ഇന്ത്യൻ എന്നും പറയാൻ പറ്റില്ല, ആദ്യത്തെ ഏഷ്യനും കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിന് 1913 കിട്ടുന്നത്. 1913 രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. അടുത്തത്, ഇന്ത്യൻ ബോൺ ശിവ അയ്യാദുരൈ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ഇമെയിൽ. ഇമെയിൽ കണ്ടുപിടിച്ചതിൽ ഒരാള് ഇന്ത്യക്കാരനായ ശിവ അയ്യാദുരൈയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ജാനുവരി 2016 the Union Cabinet approved the proposal of the Ministry of Power amendments in the tariff policy with a focus on 4 E's. Which of the following is not a part of the 4 E's? 4 E അല്ലെ? മിനിസ്ട്രി ഓഫ് പവർ ജനുവരി 28 2016 ജനുവരി 28 ഒരു 4 E's എന്ന് പറയുന്ന ഒരു ടാരിഫ് പ്ലാൻ കൊണ്ടുവന്നു. അഫോർഡബിൾ ആയിട്ടുള്ള ടാരിഫ് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അഫോർഡബിൾ ആയിട്ടുള്ള ടാരിഫ് റേറ്റിൽ കൊണ്ടുവരാനായിട്ട് ഒരു 4 E അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. അതെന്തൊക്കെയായിരുന്നു? ഇലക്ട്രിസിറ്റി ഫോർ ഓൾ, ഇലക്ട്രിസിറ്റി ഫോർ ഓൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ദെൻ എന്തായിരുന്നു? എൻവയോൺമെന്റ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, അതും ഇവിടെ ഉണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ്സ്, അതും ഇവിടെ ഉണ്ട്. എൻഷുറിങ് അഫോർഡബിൾ ഇലക്ട്രിക് ഗുഡ്സ് ടു ഓൾ അല്ല നാലാമത്തെ ഇ. നാലാമത്തെ ഇ എന്തായിരുന്നു? എഫിഷ്യൻസി ടു അഫോർഡബിൾ ടാരിഫ്സ്. ഓക്കെ, എഫിഷ്യൻസി ടു അഫോർഡബിൾ ടാരിഫ്, സോറി അതല്ല, നമുക്ക് വരുന്നത് നാലാമത്തെ ഇ വരുന്നത് എൻഷുർ ഫിനാൻഷ്യൽ വയബിലിറ്റി. എൻഷുർ ഫിനാൻഷ്യൽ വയബിലിറ്റി, ഇതായിരുന്നു നാലാമത്തെ ഇ. അപ്പം അതിലല്ലാത്തത് ഏതാണ്? എൻഷുറിങ് അഫോർഡബിൾ ഇലക്ട്രിക്കൽ ഗുഡ്സ് ടു ഓൾ. അടുത്തത്,
From which country is the fundamental duties of the Indian Constitution borrowed? ഇന്ത്യയുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നമ്മളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്? USSR, അതായത് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ ഇന്ന് എന്താണ് അറിയപ്പെടുന്നത്? റഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ. In India, the highest cricket ground above sea level lies in which state? Sea ലെവലിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉള്ളത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിൽ എത്രയുണ്ട്? 7500 ഫീറ്റ് എബോവ് ആണ്. 7500 ഫീറ്റ് എബോവ് സീ ലെവൽ ആണ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത്. ചെയിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട്, ചെയിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ് അത് ഹിമാചൽ പ്രദേശിലെ. അടുത്തത്, in 2016 ISRO conducted first satellite based warning system trial for Indian Railways is. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടിയിട്ട് ISRO ഒരു സാറ്റലൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള വാർണിംഗ് സിസ്റ്റം കണ്ടക്ട് ചെയ്തു. അത് എവിടെയാണ് കണ്ടക്ട് ചെയ്തത്? അഹമ്മദാബാദിലാണ് കണ്ടക്ട് ചെയ്തത്. അതായത് ട്രെയിൻ ഡ്രൈവേഴ്സിനെ വാൺ ചെയ്യാനായിട്ട്, അൺമാനറി ആയിട്ടുള്ള റെയിൽവേ ക്രോസിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാനായിട്ട് ഒരു അലാം പോലെ അല്ലെങ്കിൽ ഒരു വാർണിംഗ് സിസ്റ്റം, ലോക്കോ പൈലറ്റ്സിനുള്ള ഒരു വാർണിംഗ് സിസ്റ്റം ISRO കൊണ്ടുവന്നു. അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അഹമ്മദാബാദിലായിരുന്നു. ഓക്കെ. ഇനി in 1831 electricity became viable for use in technology when Michael Faraday created the electric dynamo. ഓക്കെ. അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ടെക്നോളജിയിലൊക്കെ യൂസ് ചെയ്യാൻ കുറെ കൂടെ എളുപ്പമായത് ഡൈനാമോയുടെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ്. 1831 ഡൈനാമോ കണ്ടുപിടിക്കുന്നത്. ആരാണ് കണ്ടുപിടിച്ചത്? മൈക്കിൾ ഫാരഡേ ആണ് ഡൈനാമോ കണ്ടുപിടിച്ചത്. ഇന്ത്യസ് നാഷണൽ മോട്ടോ സത്യമേവ ജയതേ, അതിന്റെ എന്താ പറയാ? ട്രൂത്ത് അലോൺ ട്രിയംസ് ഈസ് എ മന്ത്ര ഫ്രം ദ ആൻഷ്യന്റ് ഇന്ത്യൻ സ്ക്രിപ്ചർ. മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്നുള്ള വേർഡിങ്സ്, മോട്ടോ നമ്മൾ എടുത്തത്. In 2016, ISRO successfully launched its fifth navigation satellite called IRNSS-1E. 2016 ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. 2016 എന്നൊക്കെ പറഞ്ഞ് ഇയർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെല്ലാം കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. പക്ഷെ നമ്മളത് നോക്കണം, കാരണം ഇന്ന് നമുക്കത് ഇനി വരുന്ന എക്സാംസിൽ നമുക്കത് GK ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഷോർട്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും കറണ്ട് അഫയേഴ്സ് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക കറണ്ട് അഫയേഴ്സ് കിട്ടാനായിട്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മളൊരു 33-34 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഒന്ന് എഴുതി പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, നോട്ട് ചെയ്ത് വെച്ചിട്ട്. അല്ലെങ്കിൽ ജസ്റ്റ് കേട്ടു പോയാലും കുഴപ്പമില്ല. നമുക്ക് പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് ഭാഗങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസും വിവരങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും താങ്ക് യു.